ഈ ലോകത്തിലെ ഏകദേശം 50% ഫോൺസിന്റെ ബ്രാൻഡും ഡോമിനേറ്റ് ചെയ്ത ഒരു കമ്പനി ഇന്ന് ഇല്ലാതായിരിക്കുന്നു. അതെ, നോക്കിയനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ പണ്ടത്തെ നോക്കിയനെ കുറിച്ച് അറിയായിരിക്കും. ഏറ്റവും നല്ല ബാറ്ററി ലൈഫ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡ്യൂറബിൾ ഫോൺ. പിന്നെ അതിന്റെ ബാറ്ററി ലൈഫ് ഒക്കെ എന്റേൽ ഇപ്പൊ ഉണ്ട് ഒരു നോക്കിയ. ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുള്ളൂ. 3 ദിവസമൊക്കെ മിനിമം നിൽക്കും. അധികം ഉപയോഗിക്കാറില്ല. അതുപോലെ അതിന്റെ ബാറ്ററി ലൈഫ്, അതിന്റെ ഡ്യൂറബിലിറ്റി, പിന്നെ അതിന്റെ സ്നേക്ക് എന്ന് പറഞ്ഞ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗെയിം. എന്നാൽ ഒരു വർഷം തന്നെ 200 മില്യൺ ഫോണൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. ഒരു വർഷം 200 മില്യൺ. എന്നാൽ ഇന്നത് കൊളാപ്സ് ആയിരിക്കുന്നു ഫുള്ളായിട്ട്. ഈ നോക്കിയ എന്ന് പറഞ്ഞ ബ്രാൻഡ് 1865 1865 ശരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ അവരൊരിക്കലും ഒരു ഫോണിന്റെ ബ്രാൻഡ് ആയിട്ടല്ല അത് തുടങ്ങിയിരുന്നത്. പേപ്പർ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു ആദ്യം നോക്കിയ. പിന്നെ അവര് ഡെവലപ്പ് ചെയ്ത് പിന്നെയും ഫോണിലേക്കല്ല ഡയറക്റ്റ് പോയത്. അവര് റബ്ബർ, കേബിൾസ്, പിന്നെ കുറെ ഇലക്ട്രോണിക്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അവര് ചെയ്തത്. പിന്നെയാണ് 1990s 1990കളിലാണ് ഇവർ ഈ ഫോൺ നോക്കിയ എന്ന് പറഞ്ഞ ഫോണൊക്കെ അവർ ആദ്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ സമയത്തെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫോണായിരുന്നു നോക്കിയ. എല്ലാവരും ഇഷ്ടപ്പെട്ടതും. അപ്പത്തെ ആ നോക്കിയന്റെ സ്നേക്ക് എന്ന് പറഞ്ഞ ഗെയിമൊക്കെ ഏറ്റവും ഫേമസ് ആയിരുന്നു. അങ്ങനെ അവർ ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ടിരുന്ന സമയമായിരുന്നു 1990s. പക്ഷേ പിന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇവർ ഇത്രയും വലിയ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോ എന്തും അമൃതവും അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ ഇവര് ഭയങ്കര സക്സസ്ഫുൾ ആയതുകൊണ്ട് ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2007 ആ നമ്മുടെ റെവല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. നമ്മുടെ സ്റ്റീവ് ജോബ്സ് സ്റ്റേജിലേക്ക് കയറി വന്നു. സ്റ്റീവ് ജോബ്സ് സ്റ്റേജിൽ കയറിയിട്ട് ആ ഒരു ഫോൺ എടുത്ത് കാണിച്ചു. ഐഫോൺ. ഒരു ഡിസ്പ്ലേ മാത്രം. നമ്പർ പാഡ്സ് ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു ബ്ലാങ്ക് സ്ക്രീൻ മാത്രം. ബ്ലാങ്ക് സ്ക്രീനിൽ ഓണാക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഒരു ബ്ലാങ്ക് സ്ക്രീൻ മാത്രമായിരുന്നു ആ സ്റ്റീവ് ജോബ്സ് സ്റ്റേജിൽ കയറി വന്നപ്പോൾ കാണിച്ചത്. സത്യം പറഞ്ഞാല് നോക്കിയ ഇന്ന് കൊളാപ്സ് ആവാൻ കാരണം ഒരിക്കലും ഐഫോൺ അല്ല. ഈ നോക്കിയ അവരുടെ ആ 1990s എന്നൊക്കെ പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഐഫോണൊക്കെ 2007 ഐഫോൺ അവരുടെ iOS ഇറക്കിയപ്പോ നമ്മുടെ നോക്കിയേന്റെ കയ്യിലുണ്ടായിരുന്ന OS സൈംബിയൻ എന്ന് പറഞ്ഞൊരു OS ആണ്. അതിന് കുറെ ഡിസഡ്വാൻറ്റേജുകളുണ്ട്. പിന്നെ നമ്മുടെ ഈ ഐഫോൺ ഇറക്കിയപ്പോൾ അതിൽ നമുക്ക് കുറെ ആപ്സ് ഒക്കെ കയറ്റാൻ പറ്റും. പക്ഷേ ഈ നോക്കിയന്റെ സൈംബിയൻ എന്ന് പറഞ്ഞ ആ OSൽ കുറെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂല. അതുപോലെ കുറെ ആപ്സ് കയറ്റാൻ പറ്റൂല. അതാണ് ഏറ്റവും മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുക. അങ്ങനെ ഈ ഐഫോൺ ഏറ്റവും നല്ല അടിപൊളി ടച്ച് സ്ക്രീന്, അതുപോലെ അടിപൊളി ആപ്സ്, ഗെയിം വരെ ഇതിൽ കയറ്റാൻ പറ്റി. പക്ഷേ നമ്മുടെ നോക്കിയോ ആ സ്നേക്കിന്റെ ആ പഴയ ഗെയിം വെച്ചിരിക്കുകയായിരുന്നു. അവർക്ക് പുതിയ ആപ്പ് ഒന്നും കയറ്റാൻ പറ്റുന്നില്ല. അതുപോലെ ഐഫോൺ പുതിയ പുതിയ ഗെയിമുകൾ അതിൽ കയറ്റുമ്പോൾ നോക്കിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പിന്നെ മാത്രമല്ല, ഐഫോൺ ടച്ച് ഡിസ്പ്ലേ ഇറക്കിയപ്പോൾ നോക്കിയ നമ്മുടെ ടച്ച് പാഡും കൊണ്ട് ഇരിക്കുകയായിരുന്നു. കാരണം ഈ നോക്കിയ പറയുന്നത് ടച്ച് പാഡ് എന്തായാലും ഇനി ഫ്യൂച്ചറിലേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു നോക്കിയ ചിന്തിച്ചിരുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല. നോക്കിയ പറഞ്ഞത് ഈ ടച്ച് പാഡിനേക്കാൾ, അതായത് നമ്മുടെ സാധാ ടച്ച് ഡിസ്പ്ലേനേക്കാളും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുക നോക്കിയന്റെ ഈ ബട്ടൺസ് ആയിരിക്കും എന്നാണ് നോക്കിയ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ നോക്കിയന്റെ ഡൗൺഫാൾ തുടങ്ങി. അതുപോലെ നമ്മുടെ ഐഫോൺ, അതുപോലെ കുറെ നല്ല ആൻഡ്രോയിഡ് ഫോൺസ്, മേജർലി ഐഫോൺ ആണ്, അതിന്റെ അപ്ഗ്രേഡേഷനും തുടങ്ങി. ഐഫോൺ നല്ല ക്യാമറ, അടിപൊളി ഗെയിംസ് എന്നുള്ളതിനേക്കാളും നല്ലത് നല്ല അടിപൊളി ആപ്സ് കയറ്റാൻ പറ്റുന്ന നല്ല OS ആയിട്ട് നമ്മുടെ ആൻഡ്രോയിഡ്, അതുപോലെ iOS ഒക്കെ വരാൻ തുടങ്ങി. അപ്പോഴും നമ്മുടെ നോക്കിയ ഈ ടച്ച് പാഡും അവരുടെ പഴയ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്തൊരു OSലാണ് അവർ പിന്നെ ഇരുന്നത്. പക്ഷെ അവർക്ക് ആ സമയത്തും ചെറിയൊരു ഹോപ്പ് അവർക്ക് ബാക്കിയുണ്ടായിരുന്നു. അവർക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ആയിട്ട് അവർക്ക് കൊളാബറേഷൻ ചെയ്യായിരുന്നു. പക്ഷേ അവര് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഡിസിഷൻ എടുത്തത്. പിന്നെ അവര് മാക്സിമം ഡൗൺഫാളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഈ മൈക്രോസോഫ്റ്റുമായിട്ട് അവര് കൊളാബറേഷൻ ചെയ്തത്. അപ്പോഴും അവർ സക്സസ്ഫുൾ ആയിട്ടില്ല. അവര് പിന്നെയും ഡൗൺഫാളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2014 ഈ നോക്കിയന്റെ ഈ ഫോൺസിന്റെ സെക്ഷൻ ഫുള്ള് മൈക്രോസോഫ്റ്റിന് കൊടുത്തു. അതോടെ നമ്മുടെ നോക്കിയ ഫുള്ളായിട്ട് ഇല്ലാണ്ടായി. കണ്ടോ, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഒരു നോക്കിയന്റെ ഒരു ഫോൺ ഉണ്ട്. ഇതിലെ ചാർജ് നോക്കിയാൽ കണ്ടോ, അതിന്റെ അറ്റത്താണ് ആ ചാർജ് ഇരിക്കുന്നത്. അറ്റത്തൊരു കുറച്ചൊരു ചെറിയ കട്ട മാത്രമേ ഉള്ളൂ. അത് 3 ദിവസം മുമ്പ് എങ്ങാനും കുത്തിവെച്ചതാ. കുറച്ച് അതിന്റെ ഒരു ചെറിയൊരു കട്ട മാത്രമേ കൂട്ടിയുള്ളൂ.
ഇത് അധികം ഉപയോഗിക്കാറൊന്നുമില്ല. ജസ്റ്റ് ഒരു കുറച്ച് നേരം ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കില് ഇപ്പൊ രാത്രി നമ്മൾ നെറ്റ് ഓൺ ആക്കിയിട്ട് രാവിലെ ആയാൽ തന്നെ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവില്ലേ? ഒരു 5% ഒക്കെ ചിലപ്പോൾ പോവാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടോ? ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഉപയോഗിക്കാറ് കുറവാണ്. എന്നാലും ചെറിയൊരു ബാറ്ററിയേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അത്രയും ബാറ്ററി തന്നെ ഉണ്ട്. ഇതുവരെ ഓഫ് ആയിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ നോക്കിയേന്റെ ഡൗൺഫോൾ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നോക്കിയ ഒരു ദിവസം കൊണ്ട് ഇല്ലാണ്ടായതല്ല. അവരുടെ സ്ലോ ആയിട്ടുള്ള ഡിസിഷൻ, പിന്നെ അവരുടെ ആ OS ഒക്കെ മാറ്റേണ്ട ഐഫോൺ ഇറക്കി. ഈ ടച്ച് സ്ക്രീൻ തന്നെ പിടിച്ചോണ്ടിരുന്നതാണ് പ്രശ്നം ഒന്നാമത്. ഇപ്പോഴും ഇവരുടെ ഈ ഫോണൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ. ഇവര് ഈ ടച്ച് സ്ക്രീൻ സ്റ്റീവ് ജോബ്സ് ഐഫോൺ എടുത്ത് ടച്ച് സ്ക്രീൻ കൊണ്ടുവന്ന സമയത്ത് ഇവര് ടച്ച് പാഡിൽ നിന്നതാണ് ആദ്യത്തെ പ്രശ്നം. ഈ എന്താണ് അവരുടെ സ്ലോ ആയിട്ടുള്ള ഡിസിഷനാണ് രണ്ടാമത്തെ പ്രശ്നം. അങ്ങനെ അങ്ങനെ നമ്മുടെ ഈ സ്ട്രോങ് ഡ്യൂറബിൾ ആയിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോണാണ്. ടോർച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സ്ട്രോങ് ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോൺ നമ്മുടെ സ്നേക്ക് എന്ന് പറഞ്ഞ ഗെയിമിൽ ഇപ്പോഴും ഉണ്ട്. ആ ആ ഫോൺ ഇന്ന് ഇല്ലാണ്ടായിരിക്കുന്നു. സ്നേക്കിന്റെ വേറൊരു വെർഷൻ. അന്ന് നോക്കി ചെയ്ത മണ്ടത്തരം ഇന്ന് ഒരു ഫോൺ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ടില്ല. എന്നാലും നമുക്ക് കാണാം.